ഹലോ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ രണ്ട് മൂന്ന് വീഡിയോയിൽ AMD മുടികൾ റിപ്പയറിങ്ങിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പലരും ചോദിച്ചൊരു കമന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AMD യൂണിറ്റിന്റെ ഓയിൽ എത്ര ടൈം ഇന്റർവെല്ലാണ് മാറേണ്ടതെന്നാണ്. പക്ഷേ കമ്പനി അങ്ങനെ ഒരു ഇന്റർവെൽ പറയുന്നില്ല. പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസിലാണ് നമ്മൾ പറഞ്ഞത് ഈ ഓയിൽ ഡാമേജ് ആവുന്നുണ്ട് എന്നുള്ളത്. അപ്പം അത് എങ്ങനെയാണ് നിങ്ങൾക്ക് തിരിച്ചറിയാമെന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇപ്പം സർവീസിനായിട്ട് നമ്മുടെ അടുത്ത് വന്നൊരു AMD യൂണിറ്റ് ആണ്. ഇവിടോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ AMD യൂണിറ്റിനകത്ത് വരുന്ന ഈ ഓയിൽ നല്ലൊരു വൈറ്റ് ഷെയ്ഡിൽ വരേണ്ടതാണ്. വൈറ്റ് ഷെയ്ഡ് അല്ലെങ്കിലും ഒരു ബ്രൗണി ഷെയ്ഡ് വരേണ്ട ഒരു ഓയിലാണ്. ഇതിപ്പം ബ്ലാക്ക് കളറിലോട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ ഈ റിപ്പയറിനായിട്ട് ഇത് വേറെ എവിടെ നോക്കിയിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ റിപ്പയറിന് എടുക്കുകയാണ്. ഇതാണ്ട് ഈ ഓയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇതൊരു ബ്ലാക്ക് കളറിലാണ് ഇത് വരുന്നത്. ഓക്കെ, അതിന് വേറെ ഞാനൊരു എങ്ങനെ ഇരിക്കുമെന്ന് കാണിച്ചു തരാം. ഇതിപ്പം വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്നൊരു ഈ സെയിമിൻ്റെ ഒരു സാധനം എടുത്തതാണ്. ഇതിന്നെടുത്ത ഓയിലിനകത്ത് എടുക്കുക. ഈ ഓയിലിനകത്ത് വന്നാൽ അഴുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതേസമയം ഇതാണ് മാരുതിയിൽ വരുന്ന ഒറിജിനൽ ഓയിൽ. ഇത് 550 മില്ലിക്ക് ഏതാണ്ട് 1000 രൂപയ്ക്ക് മുകളിൽ വരുന്ന ഓയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രോപ്പ് ഞാനിവിടെ കാണിച്ചു തരാം. ഈ ഓയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഓയിലാണ്. ഇതിൽ നിന്ന് എടുത്ത ഈ ഓയിലിൻ്റെ കളറും മനസ്സിലാവും. കളറ് ഓയിലിൻ്റെ ഇപ്പം ഈ ഒരു സർഫസിൽ വെക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇടയ്ക്കൊരു ബ്ലാക്ക് ആയിട്ട് തോന്നുന്നത്, അല്ലാതെ എൻ്റെ കയ്യിലുള്ള അഴുക്കൊന്നും വന്നതല്ല. ഇനി അതൊരു കമൻറ്റ് വേണ്ട. വീണ്ടും ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഡിഫറൻസ്. ഇതാണ് ഈ രണ്ട് ഓയിൽ തമ്മിലുള്ള ഡിഫറൻസ്. വീഡിയോയിൽ എത്ര ക്ലിയർ ആയിട്ട് കാണുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. അപ്പം ഓയിലിന് ചേഞ്ചിങ്ങിന് കൃത്യമായിട്ടൊരു ടൈം ഇൻ്റർവെൽ ഇല്ല. നമ്മുടെ ഓയിലിൻ്റെ നിറം കറക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മാറാം. അതൊരു മേജർ സർവീസ് നിങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഓയിൽ ചേഞ്ച് ചെയ്താലും മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.